ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വെട്ടുക്കിളികൾ നാശകരമായ ചെറുപ്രാണികളാണ്. അവ പ്രവേശിക്കുന്ന ദേശത്ത് പച്ചപ്പ് നിൽക്കുകയില്ല. 1915 പലസ്തീനിലും സിറിയയിലും വെട്ടുക്കിളിക്കൂട്ടം നിറഞ്ഞു. സൂര്യപ്രകാശം കടക്കാത്ത വിധം അന്തരീക്ഷത്തിൽ അവ നിറഞ്ഞിരുന്നു. അതിലെ പെൺകിളികൾ ദേശത്തു വന്ന സമയം തന്നെ മുട്ടകൾ ഇടുവാൻ തുടങ്ങി. പെൻസിലിൻ്റെ വലിപ്പമുള്ള കുഴികളുണ്ടാക്കി അതിൽ 100 മുട്ടകൾ വരെ ഇട്ടു. ഒരു ചതുരശ്ര മീറ്ററിൽ 75,000-ഓളം മുട്ടകളാണ് അവ ഇട്ടത്. ചില ആഴ്ചകൾക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് ചിറകില്ലാത്ത ഉറുമ്പുകൾ പോലുള്ള ചെറുവെട്ടുകിളികൾ പുറത്തു വന്നു. ഈ ജീവികൾ 400 അടി മുതൽ 600 അടി വരെ ഒരു ദിവസം ഇഴഞ്ഞു നടക്കുന്നു. അവ പോകുന്ന വഴിയിൽ വളർന്നു നിൽക്കുന്നതെല്ലാം തിന്നുന്നു. ക്രമേണ ചിറകുകൾ മുളയ്ക്കുമ്പോൾ തുള്ളിയും ചാടിയും പച്ചപ്പുകൾ നശിപ്പിച്ച് മുന്നേറും. പറന്നുയർന്നാൽ ആദ്യം തിന്നുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ്. സൈന്യം പോലെ ഇവ കയറിക്കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടത്തിലെ പച്ചപ്പെല്ലാം ശൂന്യമാകും. ഒലിവ് മരങ്ങളെ ലക്ഷ്യമിട്ട് പറക്കുന്ന വെട്ടുക്കിളികൾ അവയ്ക്ക് ഇഷ്ടമല്ലാത്തത് കടിച്ച് നിലത്തിടുകയും ബാക്കി തിന്നുകയും ചെയ്യുന്നു. അവയുടെ മുൻപിലുള്ള ഇലകളോടും മരങ്ങളോടും അവയ്ക്ക് സഹതാപമില്ല. ചെടികൾക്കും മരങ്ങൾക്കും പ്രതീക്ഷകളില്ലാതാക്കി അവ ദേശമെല്ലാം നിറയുന്നു. വിശുദ്ധ ബൈബിളിൽ യോവേലിൻ്റെ പുസ്തകത്തിൽ ഇത്തരം സാഹചര്യം നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ നഷ്ടങ്ങളെ വെട്ടുക്കിളികൾ തിന്നുകളഞ്ഞ സംവത്സരങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാം അനുഭവിക്കേണ്ട ഫലങ്ങളും വിളവുകളും അനുഗ്രഹങ്ങളുമെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ കവർന്നുകൊണ്ടു പോകുന്ന അവസ്ഥയാണത്. അതൊരു രോഗമോ ജോലി നഷ്ടമോ വിദ്യാഭ്യാസ മാറ്റങ്ങളോ ബന്ധങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഉലച്ചിലുകളോ ആകാം. സകലതും ശൂന്യമായി പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും അവശേഷിക്കാതെ നീ വിലാപം കഴിക്കുന്ന നാളുകളായിരിക്കാം ഇത്. എന്നാൽ നിന്നെ സൃഷ്ടിച്ച, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച്. യോവേൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിക്കുക, സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിക്കുക, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.